നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ, 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. ഭർത്താവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് നോബിയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് നോബി ഷൈനിയെ വിളിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഷൈനിയുടെ മാതാപിതാക്കളും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ഷൈനിയുടെ മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു. കളമശ്ശേരി സെന്റ് പോൾ സ്കൂളിൽ മസ്തിഷ്ക ജ്വരം. സ്കൂൾ അടച്ചുപൂട്ടി. എറണാകുളം കളമശ്ശേരി സെന്റ് പോൾ സ്കൂളിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 കുട്ടികളിൽ 3 പേർക്ക് സ്വകാര്യ ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ചു. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാൽ സ്കൂൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. എറണാകുളം കളമശ്ശേരിയിൽ മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് 5 വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 3 പേർക്ക് വൈറൽ മെനിഞ്ചൈറ്റിസ് രോഗം സ്ഥിരീകരിച്ചെന്ന് ഇവർ ചികിത്സയിൽ തുടരുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അറിയിച്ചു. ഇക്കാര്യം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. കടുത്ത പനി, തലവേദന, ഛർദി എന്നിവയായിരുന്നു ലക്ഷണങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ 1-2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. കുട്ടമ്പുഴ മാമലക്കണ്ടത്ത് ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. എളമ്പശ്ശേരി സ്വദേശിനി മായയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജിജോ ജോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വീട്ടിൽ ആശാവർക്കർമാരെത്തിയപ്പോൾ മായ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവ് ജിജോ അടുത്തുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. രാത്രി വീട്ടിലുണ്ടായ തർക്കത്തിൽ ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഭർത്താവ് പോലീസിന് മൊഴി നൽകി. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കെ എൻ ആനന്ദകുമാർ റിമാൻഡിൽ. പാതിവില തട്ടിപ്പിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തു. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം ACJM കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്നാണ് റിമാൻഡ്. ഈ മാസം 26-നകം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച കാര്യം മൂവാറ്റുപുഴ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാം.